അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ഫിഖ് ക്ലാസ് തുടരുന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള വിഷയം സുനനുൽ വുദുവിൻ്റെ സുന്നത്തുകളെക്കുറിച്ചാണ്. ഫർദിനെ സംബന്ധിച്ചുള്ള ചർച്ച കഴിഞ്ഞു. ഇനി സുന്നത്തുകൾ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. സുന്നത്തുകൾ 38 സുന്നത്തുകൾ പറയുന്നുണ്ട്. ആ 38 സുന്നത്തുകൾ തന്നെ 7 വിഭാഗമായി വിഭജിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇന്ന് ആദ്യത്തെ വിഭാഗം നമുക്ക് ചർച്ച ചെയ്യാം. അതായത് ആദ്യമായി പറയുന്ന 7 വിഭാഗത്തിൽ ആദ്യത്തെ വിഭാഗം വുളുവിൻ്റെ തുടക്കത്തിൽ നിർദ്ദേശിക്കപ്പെടുന്ന സുന്നത്തുകളാണ്. അതിൽ നിന്ന് ഒന്ന്, അവൻ്റെ മനസ്സുകൊണ്ട് അവൻ കരുതുകയും അവൻ്റെ നാവ് കൊണ്ട് അവൻ പറയുകയും ചെയ്യണം, നവൈത്തു സുനനൽ വുളുവിൻ്റെ സുന്നത്തുകളെ ഞാൻ കരുതി എന്ന്. ഇതാണ് ഒന്ന്. രണ്ടാമത്തേത് അഊദ് ഓതലാണ്. മൂന്നാമത്തേത് ബിസ്മി ചൊല്ലലാണ്. ബിസ്മി ചൊല്ലലിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം ബിസ്മില്ലാഹ് എന്ന് ചൊല്ലിയാൽ മതി. അതിൻ്റെ പൂർണ്ണ രൂപം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം. ബിസ്മി ചൊല്ലൽ സുന്നത്തുള്ളത് വുളുവിൽ മാത്രമല്ല, ശറയിൽ പ്രാധാന്യം അറിയിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ബിസ്മി ചൊല്ലൽ സുന്നത്തുണ്ട്. ഉദാഹരണം, ഖുർആൻ ഓതുക, ഗ്രന്ഥം രചിക്കുക, സുറുമയിടുക, തിന്നുക, കുടിക്കുക, കഴുകുക, തയമ്മും ചെയ്യുക, അറുക്കുക, ജിമാഅ് ചെയ്യുക, ഇതുപോലത്തെ നിരവധി കാര്യങ്ങളുണ്ട്. എല്ലാം പറയുന്നില്ല, കുറച്ച് ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞതാണ്. അങ്ങനെ ശറയിൽ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഏത് കാര്യത്തിനും ബിസ്മി ചൊല്ലൽ സുന്നത്താണ് എന്ന് പറഞ്ഞല്ലോ. ഇനി ഇത്തരം വുളുവിൻ്റെ ആദ്യത്തിലോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളുടെ ആദ്യത്തിലോ ബിസ്മി ഒരാൾ ഉപേക്ഷിച്ചു, മറന്നുകൊണ്ടോ അല്ലാതെയോ ഒരാൾ ഉപേക്ഷിച്ചാൽ അതിൻ്റെ ഇടയിൽ അവൻ കൊണ്ടുവരണം. ഇടയിൽ കൊണ്ടുവരുമ്പോൾ അവൻ പറയേണ്ടത് ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറ എന്നാണ് പറയേണ്ടത്. എന്നാൽ ചില കാര്യങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞാൽ സംസാരം കറാഹത്തുള്ള കാര്യങ്ങളുണ്ട്, ജിമാഅ് പോലെയുള്ള. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്ന് പറയാൻ പാടില്ല. ഇനി നാലാമത്തെ സുന്നത്ത് 2 ഷഹാദത്ത് കലിമ ചൊല്ലലാണ്. ബിസ്മി ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം 2 ഷഹാദത്ത് കലിമ ചൊല്ലുക. അതെങ്ങനെയാണ്? അതായത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് ചൊല്ലുക. ബിസ്മി ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഈ 2 ഷഹാദത്ത് കലിമ ചൊല്ലണം. അതിൻ്റെ ശേഷം ഹംദ് ചെയ്യണം. അതായത് അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ എന്ന് ചൊല്ലുക. ചുരുക്കത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ, അത്ര ചൊല്ലണം. ഇനി 4 കഴിഞ്ഞു, 5 കഴിഞ്ഞു. ആറാമത്തെ സുന്നത്ത് 2 മുൻകൈ കഴുകലാണ്. മുൻകൈ കഴുകുമ്പോൾ ഒന്നിച്ച് കഴുകണം. ഒന്ന് കഴുകിയതിന് ശേഷം മറ്റേത് കഴുകലല്ല, ഒന്നിച്ച് കഴുകണം. അതിൻ്റെ മണിക്കണ്ടത്തോടുകൂടെ 2 മുൻകൈ ഒന്നിച്ച് മണിക്കണ്ടത്തോടുകൂടി കഴുകലാണ് ആറാമത്തെ സുന്നത്ത്.
ഇനി പ്രത്യേകമായി പറയാനുള്ള ഒരു കാര്യം, മുങ്കൈ ശുദ്ധി ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് ശുദ്ധി ഉണ്ട് എന്ന് ഉറപ്പില്ലെങ്കിൽ വെള്ളത്തിൽ മുക്കൽ കറാഹത്താണ്. അതിനെ ആ 2 കൈകളെയും 3 പ്രാവശ്യം കഴുകുന്നതിന് മുമ്പ് വെള്ളത്തിൽ മുക്കൽ കറാഹത്താണ്. എപ്പോൾ? അത് ശുദ്ധിയുണ്ട് എന്ന് ഉറപ്പില്ലാത്ത സമയത്ത്. ഇനി അർത്ഥം കൂടി ശ്രദ്ധിക്കുക. സുനനുൽ വുളൂ, വുളൂവിൻ്റെ സുന്നത്തുകൾ. 1. മാ യുത്ലബു ബി ബിദായത്തിഹി, വുളൂവിൻ്റെ തുടക്കത്തിൽ നിർദ്ദേശിക്കപ്പെട്ടവ. ആ നിർദ്ദേശിക്കപ്പെട്ടവയിൽ നിന്ന് ഒന്നാമത്തേത് യൻവി, അവൻ കരുതലാണ്, ബി കൽബി, അവൻ്റെ കൽബ് കൊണ്ട്, മനസ്സുകൊണ്ട്, വയക്കൂൽ, അവൻ പറയലുമാണ്, ബിലിസാനി, അവൻ്റെ നാവ് കൊണ്ട്, നബൈത്തു സുനനൽ വുളൂഇ, വുളൂവിൻ്റെ സുന്നത്തുകളെ ഞാൻ കരുതി എന്ന്. 2. അത്തഅവ്വുദ്, അഊദ് ഓതുക. 3. അത്തസ്മിയത്തു, ബിസ്മി ചൊല്ലുക. അഖല്ലു തസ്മിയത്തി, ബിസ്മി ചൊല്ലുന്നതിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയ രൂപം ബിസ്മില്ലാഹ് എന്നാണ്. വഅക്മലുഹ, അതിൽ നിന്ന് ഏറ്റവും പൂർണ്ണ രൂപം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. വതുസന്നു തസ്മിയത്തു, ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. ലിക്കുല്ലി അംരിൻ, എല്ലാ കാര്യത്തിനും, ദീബാലിൻ, പ്രാധാന്യമുള്ള, ശറയിൽ പ്രാധാന്യമുള്ള എല്ലാ കാര്യത്തിനും. അതെന്താൽ മിൻ തിലാവത്തി ഖുർആൻ, ഖുർആൻ ഓതലാൽ, വതഅലീഫിൻ, ഗ്രന്ഥരചനയാൽ, വക്തിഹാലിൻ, സുർമയിടലാൽ, വഅക്ലിൻ, തിന്നലാൽ, വശുർബിൻ, കുടിക്കലാൽ, വഗസ്ലിൻ, കഴുകലാൽ, വതയമ്മുമിൻ, തയമ്മും ചെയ്യലാൽ, വദബിഹിൻ, അറുക്കലാൽ, വജിമായിൻ, ജിമായി ചെയ്യലാലും, വനഹവിയ, അതുപോലത്തതിനാലും. ഇനി ഫൈൻ തറക്കഹ അവ്വലൽ വുദൂഇ, ഫൈൻ തറക്കഹ, ഈ ബിസ്മി ചൊല്ലലിനെ ഒരാൾ ഒഴിവാക്കിയാൽ, അവ്വലൽ വുദൂഇ, വുദൂഇൻ്റെ ആദ്യത്തിൽ, അവ്വല അംരിൻ മിമ്മാ ദുക്ര, അല്ലെങ്കിൽ മേൽ പറയപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ ആദ്യത്തിൽ. എന്നാൽ അത്താബിഹ, ആ ബിസ്മി ചൊല്ലലിനെ അവൻ കൊണ്ടുവരണം, അസ്നാഹു, ആ കാര്യത്തിൻ്റെ മധ്യത്തിൽ. ഖായിലൻ, അവൻ പറഞ്ഞുകൊണ്ട്, ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്ന് പറഞ്ഞുകൊണ്ട്. ഇല്ലാ ഫീ നഹ്വിൽ ജിമായി, ജിമായി പോലോത്തതിൽ ഒഴികെ. ആ ജിമായി പോലോത്തത് എന്തിനാൽ? മിമ്മ, ചില കാര്യങ്ങളാൽ, യുക്രഹു ഫീഹി, ആ കാര്യങ്ങൾ കറാഹത്താക്കപ്പെടും, അൽ കലാമു, സംസാരം. ഇനി 4 അഷ്ഷഹാദത്താനി, 2 ഷഹാദത്ത് കലിമ ചൊല്ലലാണ്. ബഅദ തസ്മിയത്തി, ബിസ്മി ചൊല്ലിയതിന് ശേഷം. അതായത് ഫയഖൂലു, അവൻ പറയണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് പറയണം. 5 അൽ ഹംദു, ഹംദ് ചെയ്യലാണ്. ബഅദ ഷഹാദത്തൈനി, 2 ഷഹാദത്ത് കലിമയുടെ ശേഷം. അതായത് ഫയഖൂലു, അവൻ പറയണം, അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ എന്ന് പറയണം. 6 വസുലുൽ കഫൈനി, 2 മുങ്കൈ കഴുകലാണ്. ഒപ്പം, മാൽക്കുഐനി, മണിക്കണ്ടത്തോടുകൂടെ, 2 മണിക്കണ്ടത്തോടുകൂടെ. യുക്രഹു, കറാഹത്താണ്, ഗംസുഹുമ, ആ 2 മുങ്കൈകളെ മുക്കൽ, ഫിൽമായി, വെള്ളത്തിൽ, ഖബ്ല ഗസ്ലിഹിമ, ആ 2 മുങ്കൈകളെയും കഴുകുന്നതിന് മുമ്പ്, സലാസൻ, 3 വട്ടം. എപ്പോൾ? ഇല്ലം യതയക്കൻ തുഹ്റഹുമ, ആ 2 മുങ്കൈകളുടെ ശുദ്ധി അവൻ ഉറപ്പില്ലെങ്കിൽ.